ഇവന് പ്രാന്തായിരുന്നു ഗൈസ്. ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെയൊക്കെയായിരുന്നു അമ്മൂട്ടി ഞാൻ പണ്ട് വീഡിയോയിലൊക്കെ ഇൻട്രോ പറഞ്ഞോണ്ടിരുന്നായിരുന്നത്. അല്ല എങ്ങനെയായിരുന്നു? യോ ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെയല്ല. അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാരും ടിൻചനെ കളിയാക്കിക്കൊണ്ടിരുന്നത് യോ ഗൈസ് വരുന്നുണ്ട്, യോ ഗൈസ് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പഴയ വീഡിയോ അമ്മൂട്ടി കണ്ടിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അമ്മൂട്ടി, നീ എന്റെ പഴയ വ്ളോഗ്സ് ഒക്കെ കാണാനുണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ എല്ലാം ഒന്നും കാണലൊന്നുമില്ല. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് കറക്റ്റ് ആദ്യം ഷെയർ ചെയ്യുന്ന ഇവൾക്കായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം കാണലില്ല. ഞാൻ അവിടെ കാണലില്ലേന്ന് ചോദിച്ചാ ഫോൺ അവിടെ എനിക്ക് ശരിക്കും പറഞ്ഞ വ്ളോഗിനോടൊന്നും അധികം താല്പര്യമില്ലാത്ത കൂട്ടത്തില കാണലൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരും കാണലൊന്നുമില്ല. ടീച്ചൻ അങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോ ഞാൻ കാരണം ഒരു വ്യൂ കൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോണ് അവിടെ ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും എന്റേതായിട്ടുള്ള പണിക്ക് ഞാൻ പോവായിരുന്നു. അപ്പൊ ഒരു വ്യൂ എങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതെ, ആ മനസ്സ് കാണാതെ പോരുത്. നീ കാണുന്നുണ്ടോ ഈ മനസ്സ് ഗാർഗിയെ? നീ എന്നാ കാണിക്കുന്നേ? ഗാർഗി നമ്മുടെ അടുത്ത് ഇന്ന് വീഡിയോയിൽ വന്നിരിപ്പുണ്ട് കേട്ടോ. നമ്മളെപ്പം വന്നിരുന്നാലും ഗാർഗി അടുത്ത് വന്നിരിപ്പുണ്ടാവും. അപ്പൊ നമുക്ക് അധികം വലിച്ചു തിട്ടതിന്റെ ഫസ്റ്റ് വീഡിയോ അമ്മൂട്ടിനെ കാണിക്കാം. ഓ, ഇന്ന് എല്ലാത്തിനും പകരം വീട്ടുകയാണ്. അന്ന് കാണാത്തതിനൊക്കെ ഇന്ന് പകരം വീട്ടുക. അന്ന് ഇവള് കാണാത്തതിന്റെ എല്ലാം പകരം ഇന്ന് ഞാൻ വീട്ടുകയാണ്. അന്ന് കണ്ടാ മതിയായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് നീ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരില്ല. ഓക്കെ, റെഡി? നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് അമ്മൂട്ടിന്റെ ഫസ്റ്റ് വ്ളോഗ്. ഓക്കെ, ഫസ്റ്റ് വ്ളോഗാണ്. ഫസ്റ്റ് വ്ളോഗിന്റെ ആ ഒരു ഇൻട്രോ ഒക്കെ നോക്കി. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ നാളായി ഒരു അന്നത്തെ കോല നോക്കിയേ. എന്ത് എന്റെ കോലത്തിന് കുഴപ്പം? താടിയുണ്ട്, മുടിയുണ്ട്. എന്താ വിഷയം? ഇന്നും മുടിയുണ്ട്, അന്നും മുടിയുണ്ട്. എന്തേ ആകെ വ്യത്യാസമുണ്ട് മുഖം കൊണ്ടോ എന്തോ ഹെയർ സ്റ്റൈലാണോ? എടേ, അത് ഏകദേശം 3-4 വർഷം മുന്നേ എടുത്ത വീഡിയോ അത്. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ. ഈ വ്ളോഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്കിലും സമാധാനമായല്ലോ. ഫസ്റ്റത്തെ ആയതുകൊണ്ട് ഇവൻ ഷെയർ ആക്കിയപ്പോ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്. ഫസ്റ്റ് വീഡിയോ മാക്സിമം കാണൂല, ഇത് എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിട്ട്. ഗാർഗി ഇതെല്ലാം കണ്ട് ഉറങ്ങുന്നു. ഗാർഗിക്ക് ഇതൊന്നും കാണാൻ മേലേന്ന് പറഞ്ഞു. ഗാർഗിക്ക് ഇതൊന്നും കാണാനുള്ള ത്രാണി ഇല്ലാന്ന് പറഞ്ഞ് ഗാർഗി മടിയിൽ കിടന്ന് എനിക്കിതൊന്നും കാണാനുള്ള ക്ഷമയില്ല ശിവനെ, ഞാൻ ഉറങ്ങിക്കോട്ടെ പറഞ്ഞതാ. ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നീ ഇവിടെ നിന്ന് കാണിക്കുന്നതും പോരാ, ഇനി വീഡിയോ കൂടെ കാണണം. അടുത്ത വ്ളോഗ് ഞാൻ പോവാണേ. ഇതെന്നെ കുളിസീനോ? അതന്നെ ഈ സാധനം കുറെ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ പോവുകയാണ്. ആദ്യത്തെ ചാനലിന്റെ പേരല്ല പിന്നത്തെ ചാനലിന്റെ. ഇപ്പൊ ഇതെല്ലാം കാണുമ്പോ ടിൻചൻ എന്നെ ഓർമ്മ വരുന്നത്. ഇതൊക്കെ ചെയ്യണമായിരുന്നു തോന്നുന്നു. എന്താണ് ചെയ്തത്? വെള്ളം കാണാതും കുളിക്കാൻ മടിയുള്ളവനെ വെള്ളം കണ്ട കുഞ്ഞിന്. ചാടും കുതിര, ഓടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നാണല്ലോ. 100 വീഡിയോ കംപ്ലീറ്റ് ആയ സന്തോഷത്തിൽ ഞാൻ കുളിക്കാൻ പോവുകയാണ് ഗൈസ്. ടീച്ചർ ഈ കണ്ടിട്ട് എവിടെ നിന്ന് കിട്ടിയപ്പോ? മഴക്കാലായതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ, അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ കുളിക്കൂല്ലായിരുന്നു. നീന്താനൊന്നും അറിയത്തില്ല കേട്ടാ. നീന്തി അപ്പുറത്തെത്തി. എവിടെയോ എത്തി. ഇത് ഒഴുക്കിന്റെ കൂടെ ഇങ്ങനെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോകൂലോ, അങ്ങനെ വന്ന അതുകൊണ്ടാണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് എത്തിയത്. ഇതെല്ലാം കണ്ടപ്പോ ഞാൻ അന്ന് വിചാരിച്ചാനാണോ ഇവൻ തന്നെ ഇപ്പൊ തലയ്ക്ക് ഓളമില്ലേ, യൂട്യൂബ് തുടങ്ങി ഭ്രാന്തായോ? ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത്, ഇത് കണ്ട ആരും അനുകരിക്കരുത്. ഇതന്നെ ടീച്ചർ പൗഡറൊക്കെ എടുത്ത് നീ കണ്ടോ വെളുപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇത് മേക്കപ്പ്. എന്നിട്ട് ഇതെല്ലാം എങ്ങനെ കഴുകി കളഞ്ഞ്? ഒരു കുളി കുളിച്ചാൽ പോവാന്ന സാധനല്ലേ ഉള്ളൂ. വീട്ടിൽ നിന്ന് വഴക്കൊന്നും പറഞ്ഞില്ലേ? അതിന്റെ സീനാണ് നീ കാണേണ്ടത്. ഇവന് പ്രാന്തായിരുന്നു ഗൈസ്, സത്യം പറയാലോ. ശേഖമാരൻ ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പ്രായമാകുമ്പോ. അപ്പൊ സത്യം പറഞ്ഞ ഞാൻ വന്നതിന് ശേഷമാണ് ഇവ സ്റ്റാൻഡേർഡ് വീഡിയോ ഇറക്കാൻ തുടങ്ങിയത്. 100 തോണിയും 100 കപ്പലും ഒക്കെ ഒഴുകുന്നത് കണ്ട് ബെറ്ററാ ഇപ്പോഴത്തെ വ്ളോഗ്. ഐഡിയ ഇല്ലാന്ന് മാത്രം പറയരുത്. അയ്യോ, ഇവന്റെ ഐഡിയ ആരും കാണാതെ പോകരുത് ഗൈസ്. ഈ വ്ളോഗ് ഇടുമ്പോ ഞാൻ എന്നും വഴക്കൊക്കെ പറയായിരുന്നു. എന്തിനാ ടീച്ചർ ആലോചിച്ച് നോക്ക്. എനിക്കില്ല ആ ഡ്രസ്സിങ്ങിന്റെ ഒക്കെ. അകത്ത് ടീഷർട്ട്,
അതിടുന്ന മാത്രം നിനക്ക് ഇഷ്ടമല്ല. ഇല്ല, അതുകൊണ്ട് ഞാൻ വഴക്കൊക്കെ പറയായിരുന്നു. ഗാർഗിനെ ഫസ്റ്റ് കൊണ്ടുവന്ന ടൈമിലുള്ള വീഡിയോ അല്ലേ? ആടെ എണീറ്റ് പോയി കേട്ടോ. അതെ, അന്ന് എന്ത് ക്യൂട്ടായിരുന്നു അവളെ കാണാൻ. കുഞ്ഞ് അത് പാല് കൊടുക്കുന്നൊക്കെ സമയത്ത്, അത് കുഞ്ഞിനെ കൊണ്ടുവന്ന സമയത്ത് അതെ, ആ സമയത്ത് അന്നത്തെ അവളെ ചെവിയല്ല ഇപ്പൊ. അന്ന് ഇങ്ങനെ വളഞ്ഞിട്ടായിരുന്നു, ഇപ്പൊ ഇങ്ങനെയായി. ചേനയും ചേമ്പും തിരിച്ചറിയാൻ പറ്റാത്തവനെ ചേനെ പൊക്കിക്കൊണ്ട് വന്നേതോ. നമുക്ക് വൈറലായിട്ടുള്ള വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീലീഷ് എടുത്ത് കാവ്യമാധവന്റെ വീട്ടിൽ പോയൊരു വീഡിയോ, അതാണ് തോന്നി ഏറ്റവും കൂടുതൽ തെറിവിളിയും കേട്ടത്. ഇതുണ്ടായിരുന്ന മമ്മൂട്ടി എന്റെ ആദ്യ കാലഘട്ടങ്ങളിലെ ഓൾഡ് വീഡിയോസ് പല ടൈപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അന്ന് പിന്നെ വ്ളോഗിനെ പറ്റിയൊന്നും എനിക്ക് ഇപ്പോഴും ഐഡിയ ഒന്നും ഇല്ല, അറിവുമില്ല. പിന്നെ അന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പെർഫെക്ഷൻ ഓക്കെയാ എന്ന് പറയും അല്ലേ? അന്നത് കാണുമ്പോഴത്തേന് അടിപൊളി, ഇന്ന് ആ പഴയ വ്ളോഗൊക്കെ എടുത്ത് നോക്കുമ്പോഴേ അത് പോരാന്ന് തോന്നുന്നു. ഇനിയിപ്പൊ ഈ വീഡിയോ കുറെ നാൾ കഴിയുമ്പോഴത്തേന് അയ്യേ എന്തൊക്കെ കാട്ടിക്കുട്ടി. ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലെ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.